ചില ആളുകൾ പറയും ഞാൻ എത്ര കഴിച്ചാലും വണ്ണം വെക്കുന്നില്ല എന്ന്. എന്നാൽ ചിലർ പറയും ഞാൻ പച്ചവെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്നുവെന്ന്. നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഡോക്ടർ ആതിര IAS. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ പറ്റിയാണ്. ചില ആളുകൾ പറയും ഞാൻ എത്ര കഴിച്ചാലും വണ്ണം വെക്കുന്നില്ല എന്ന്. എന്നാൽ ചിലർ പറയും ഞാൻ പച്ചവെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്നുവെന്ന്. ചില ആൾക്കാർക്ക് തണുത്ത കാലാവസ്ഥയാണ് ഭയങ്കര ഇഷ്ടം. എന്നാൽ ചിലർക്കാവട്ടെ ചൂട് കാലാവസ്ഥയോടാണ് താല്പര്യം കൂടുതൽ. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിൻ്റെ ഈ പ്രത്യേകതയാണ് ആയുർവേദത്തിൽ പ്രകൃതി അല്ലെങ്കിൽ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരപ്രകൃതി ഏതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ വരാനിരിക്കുന്ന പകുതി അസുഖങ്ങളും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി അത് നിയന്ത്രിക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഒരു സെൽഫ് അസസ്മെന്റ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ കാണുമ്പോൾ ഒരു പേപ്പറും പേനയും എടുത്തു വെക്കുക. നിങ്ങളുടെ ബോഡി ടൈപ്പ് വാതമാണോ പിത്തമാണോ കഫമാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. ഈ വീഡിയോയുടെ അവസാനം ഇതെങ്ങനെ ബാലൻസ് ചെയ്യാമെന്നും ഞാൻ പറഞ്ഞു തരുന്നതാണ്. സോ വെൽക്കം ടു ദ വീഡിയോ. എന്താണ് പ്രകൃതി? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ വാതം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളുടെ ഒരു കോമ്പിനേഷൻ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇവയാണ് നമ്മുടെ പ്രകൃതി. ഇത് നമ്മുടെ വിരലടയാളം പോലെയാണ്. ജീവിതകാലത്തിൽ ഒരിക്കലും ഇത് മാറില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ പലർക്കും ഏതെങ്കിലും ഒരു ദോഷം മാത്രമായിരിക്കില്ല, പലതിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ വാതവും പിത്തവും കൂടി വാതപിത്ത പ്രകൃതിയാവാം, അല്ലെങ്കിൽ കഫപിത്ത പ്രകൃതിയാകാം. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ ദോഷവും അവയുടെ ലക്ഷണങ്ങളും പറഞ്ഞു തരാം. ഞാൻ ഓരോ ദോഷവും പറയുമ്പോഴും നിങ്ങൾക്ക് സ്കോർ ചെയ്തു വെക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഏത് പ്രകൃതിയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ആദ്യം നമുക്ക് വാതപ്രകൃതിക്കാരെ നോക്കാം. വായുവും ആകാശവുമാണ് ഇവരുടെ പ്രധാന ഘടകങ്ങൾ. അതുകൊണ്ട് തന്നെ എപ്പോഴും ചലനമാണ് ഇവരുടെ പ്രത്യേകത. ഇവരുടെ ശാരീരിക ലക്ഷണം എന്തെന്നാൽ ഇവർ പൊതുവെ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവരായിരിക്കും. എത്ര കഴിച്ചാലും വണ്ണം വെക്കാൻ ബുദ്ധിമുട്ടാണ്. ചർമ്മം എപ്പോഴും വരണ്ടതായിരിക്കും. കൈകാലുകളിൽ എപ്പോഴും തണുപ്പനുഭവപ്പെടാറുണ്ട്. ഇവരുടെ ദഹനം എങ്ങനെയാന്ന് വെച്ചാൽ ഇവരുടെ വിശപ്പും ദാഹവും എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ നല്ല വിശപ്പും ചില ദിവസങ്ങളിൽ ഒട്ടും വിശപ്പില്ലാത്ത അവസ്ഥയും വരാം. മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഗ്യാസ് എന്നിവ എപ്പോഴും ഇവരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ളവരുടെ മാനസിക ലക്ഷണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ വളരെ വേഗത്തിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുകയും എന്നാൽ അത്ര പെട്ടെന്ന് തന്നെ അത് മറന്നു പോകുകയും ചെയ്യുന്നവരാണ് ഈ കൂട്ടർ. ഇവരുടെ ഉറക്കം ഭയങ്കര കുറവായിരിക്കും. ഉത്കണ്ഠ അല്ലെങ്കിൽ ആൻസൈറ്റിയും പേടിയും വളരെയധികം കൂടുതലുള്ളവരായിരിക്കും ഈ കൂട്ടർ. നിങ്ങളുടെ ശരീരത്തിൽ വാതം കൂടിയാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. സന്ധിവേദന, അമിതമായ ഗ്യാസ്, പെട്ടെന്ന് തന്നെ ശരീരത്തിന്റെ ഭാരം കുറയുക, ഉറക്കമില്ലായ്മ എന്നിവ സംഭവിക്കാം. അടുത്തത് പിത്തപ്രകൃതിക്കാരാണ്. അഗ്നിയും വെള്ളവുമാണ് ഇവയുടെ ഘടകങ്ങൾ. ഊർജവും ചൂടുമാണ് ഇവരുടെ മെയിൻ. ഇവരുടെ ശാരീരിക ലക്ഷണം എന്തെന്നാൽ ഇവർ മീഡിയം ശരീരപ്രകൃതി ഉള്ളവരാണ്. പെട്ടെന്ന് വണ്ണം വയ്ക്കുവാനും പെട്ടെന്ന് അത് കുറയ്ക്കുവാനും ഇവർക്ക് സാധിക്കും. ഇവർക്ക് ചൂടൊട്ടും താങ്ങാൻ സാധിക്കില്ല. ഇക്കൂട്ടർ അമിതമായി വിയർക്കുന്നവരായിരിക്കും. ചർമ്മത്തിൽ ചുവന്ന പാടുകളോ അല്ലെങ്കിൽ കുരുക്കളോ വരുവാൻ സാധ്യതയുള്ളവരാണ്. ഇവരുടെ ദഹനശേഷി വളരെ കൂടുതലായിരിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇക്കൂട്ടർക്ക് ദേഷ്യം വരും. ഇവരുടെ മാനസിക ലക്ഷണം എന്താന്ന് വെച്ചാൽ വളരെയധികം ബുദ്ധിശാലികളായിരിക്കും ഇവർ. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഇവർക്കുണ്ട്. കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ. എന്നാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരുമാണ് ഇവർ. പിത്തം കൂടിയാൽ എന്ത് സംഭവിക്കാം? അസിഡിറ്റി, അൾസർ, ദേഷ്യം, ചർമ്മരോഗം, മുടികൊഴിച്ചിൽ എന്നിവയാണ് ഇക്കൂട്ടർക്ക് കൂടുതലായി കാണപ്പെടുന്നത്. മൂന്നാമത്തേത് കഫപ്രകൃതിയാണ്. മണ്ണും വെള്ളവുമാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ. അതുകൊണ്ട് തന്നെ സ്ഥിരതയും ശാന്തതയുമാണ് ഇവരുടെ പ്രത്യേകത. ഇവരുടെ ശാരീരിക ലക്ഷണം നല്ല ദൃഢമായ തടിച്ച പ്രകൃതി ഉള്ളവരായിരിക്കും ഇക്കൂട്ടർ. വളരെ പെട്ടെന്ന് തന്നെ വണ്ണം വയ്ക്കുകയും എന്നാൽ ശരീരഭാരം കുറയ്ക്കുവാൻ വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ. ഇവരുടെ ചർമ്മം നല്ല തിളക്കമുള്ളതും ഓയിലി സ്കിന്നുമായിരിക്കും. നല്ല കട്ടിയുള്ള മുടിയും വലിയ കണ്ണുമാണ് ഇവരുടെ പ്രത്യേകത.
ഇവരുടെ ദഹനം വളരെ പതുക്കെ നടക്കൂ. അതുകൊണ്ട് തന്നെ വലിയ വിശപ്പൊന്നും അനുഭവപ്പെടാറില്ല. ഇവരുടെ മാനസിക ലക്ഷണം എങ്ങനെയാന്ന് വെച്ചാൽ നല്ല ക്ഷമയുള്ളവരും എപ്പോഴും ശാന്തരുമായിരിക്കും. ഇക്കൂട്ടർക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല. നല്ല ഓർമ്മശക്തിയും ഇവരിൽ കാണപ്പെടുന്നു. ഒരു കാര്യം പഠിക്കാൻ അവർ ഒരുപാട് സമയമെടുക്കും, എന്നാൽ അതൊരിക്കലും മറക്കില്ല. നല്ല സുഖകരമായി ഉറക്കം ലഭിക്കുന്നവരാണ് ഇക്കൂട്ടർ. എന്നാൽ മടിയാണ് ഇവരുടെ പ്രധാന പ്രശ്നം. കഫം കൂടിയാൽ അമിതവണ്ണം, പ്രമേഹം, സൈനസൈറ്റിസ്, എപ്പോഴും ഉറക്കം തൂങ്ങുക, കഫക്കെട്ട് എന്നിവ സംഭവിക്കാം. ഇത് എങ്ങനെ ബാലൻസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ പേപ്പറിൽ എഴുതിയതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ലക്ഷണങ്ങളൊക്കെയാണ് കൂടുതൽ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതെങ്ങനെ വീട്ടിൽ തന്നെ നിയന്ത്രിക്കാം എന്ന് നമുക്ക് നോക്കാം. വാതപ്രകൃതിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തണുത്തതും വരണ്ടതുമായ ഭക്ഷണങ്ങൾ ഇവർ ഒഴിവാക്കുക. എപ്പോഴും ചൂടുള്ള നെയ്യോ എണ്ണയോ ചേർത്ത് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക. കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. പിത്തപ്രകൃതിക്കാർ ശ്രദ്ധിക്കേണ്ടത് അമിതമായ ഉപ്പ്, എരിവ്, പുളി എന്നിവ കുറയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തണുപ്പുള്ളതും മധുരമുള്ളതുമായ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. മനസ്സിന് തണുപ്പ് നൽകുന്ന ധ്യാനം, മെഡിറ്റേഷൻ ഇവ ശീലിക്കുക. കഫപ്രകൃതിക്കാർ എണ്ണപ്പലഹാരവും മധുരപലഹാരങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. ഇഞ്ചി, കുരുമുളക് തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ദിവസവും നിർബന്ധമായും വ്യായാമം ചെയ്യുക. പകലുറക്കം പൂർണ്ണമായി ഒഴിവാക്കുക. നിങ്ങൾ പേപ്പറിൽ കണക്ക് കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പോയിന്റിൽ ഏറ്റവും കൂടുതൽ ഏത് ദോഷത്തിനാണ്? നിങ്ങൾ നിങ്ങളുടെ ബോഡി ടൈപ്പ് കണ്ടുപിടിച്ചോ? ആ ബോഡി ടൈപ്പ് ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അവരുടെ ബോഡി ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കൂ. ആയുർവേദത്തെക്കുറിച്ചുള്ള ഇത്തരം ശാസ്ത്രീയമായ അറിവുകൾ നേടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രധാന വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.